എനർജി വാട്ടറാ. വാഗ്ദാനത്തിന്റെ സ്വന്തം അവറാച്ചൻ അവന്മാരെ കൊണ്ട് മുട്ട ഇടിപ്പിക്കണം കേട്ടല്ലോ. മുതലാളി ആ കാര്യം ഞങ്ങൾക്ക് കിട്ടേര്. ഇനി ഒരിക്കലും പരസഹായം ഇല്ലാതെ ആ ജോപ്പന് കക്കൂസി പോലും പോകാൻ പറ്റില്ല. ആ അമ്മാതിരി പൂട്ടി ഞങ്ങൾ പൂട്ടും. അത് മതി. എങ്ങനെയുണ്ട് എന്റെ പുതിയ ഇറക്കുമതി? നല്ല മൂരിക്കുട്ടന്മാരാ. ഇത്തവണ ജോപ്പന്റെ വാരിയെല്ലാം മുറുങ്ങണം. എത്രയും പെട്ടെന്ന് കബഡി കളത്തിൽ അണിനിരക്കേണ്ടതാണ്. ഇതാ നമ്മുടെ പ്രിയങ്കരനായ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള വാരിയേഴ്സ് വാഗ്ദാനം കോർട്ടിൽ പ്രവേശിച്ചിരിക്കുകയാണ്. വാഗ്ദാനം വാരിയേഴ്സിന്റെ വരവ് കണ്ടാൽ തന്നെ അറിയാം അല്ലടാ നമ്മുടെ തോപ്പനും പിള്ളേരും ഇതുവരെ വന്നു. ചോപ്പനും പിള്ളേരും അല്ലേ സകല ബീവറേജിലും ഇറങ്ങിയിട്ടല്ലേ എത്തത്തുള്ളൂ. അച്ഛനും ഇങ്ങോട്ടിരുന്നാട്ട് അങ്ങോട്ട് നീങ്ങിയില്ലടാ. തോപ്രാങ്കുടി ചേഴ്സിന്റെ ടീം അംഗങ്ങൾ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് കോർട്ടിൽ ഹാജരാവേണ്ടതാണ്. എവിടെ പോയി കൊടുക്കും? എത്തിയ ടീമിനെ ചിലപ്പോ തോക്കൊന്ന് മേടിച്ച് മുങ്ങിയതായിരിക്കും. ഇവനേതാടാ ഈ അൽപ്പൻ? ബ്ലേഡ് അവറാച്ചൻ കുങ്കന. ഫസ്റ്റ് കോൾ ഫോർ ചേഴ്സ് തോപ്രാങ്കുടി. Second call for cheers Toprangudi. Cheers. Last and final call for cheers Toprangudi. Ida എത്തിപ്പോയി തോപ്രാങ്കുടി നായകൻ. എപ്പോഴൊക്കെ താൻ മത്സരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ കപ്പ് നേടിയിട്ടുള്ള തോപ്രാങ്കുടിയുടെ വീരനായകൻ തോപ്പിൽ ചോപ്പനും കൂട്ടരും കപ്പ് നേടുവാനായി കുണുങ്ങി കുണുങ്ങി കോർട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ കുണുക്കം എതിരാളികളെ കുടുക്കുവാനുള്ള കുണുങ്ങിയുള്ള കുരുക്കും എക്കാലത്തും ചോപ്പൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണ്. ഈ കുണുക്കം എതിരാളികളുടെ നടുക്കമായി മാറാൻ ഏതാനും നിമിഷങ്ങളെ ബാക്കി. ആളുകളെ ആവേശിച്ചാണ് തോപ്രാങ്കുടി പുറത്തിറങ്ങിയിരിക്കുന്നത്. അതച്ഛ ഈ കബഡിയിൽ ഇത് തോപ്പന്റെ സ്ഥിരം നമ്പറാ. അത് ഈ ഓപ്പോസിറ്റ് ടീമിനെ ബാക്ക് കാണിച്ചു കൊടുക്കാന്നുള്ളൂ. അത് അച്ഛൻ കേട്ടിട്ടില്ലേ കുണ്ടിരാശി കുണ്ടിരാശി? ഇതിന് കുണ്ടി നല്ല രാശിയാ. ഇരു ടീമുകളും പരസ്പരം കൈകൊടുത്തുകൊണ്ട് മത്സരത്തിൽ നിനക്ക് വേണ്ടി പ്രത്യേകം കൊച്ചി നിറക്കിയ പിള്ളേരാ. എങ്ങനെയുണ്ട്? അതെന്നാ സാറിന്റെ നാട്ടിലൊന്നും ചങ്കരപ്പുള്ള ആമ്പിള്ളേരില്ലായിരുന്നു. കൊച്ചിന്നായാലും ശരി ഗോവർന്നായാലും ശരി ഞങ്ങൾക്ക് തോപ്രാങ്കുടി കയറി തന്നെ മതി കേട്ടോ. സാറ് കളിച്ചാൽ രണ്ടാം നമ്പർ താരം ഇക്ബാൽ ഇതാ ആദ്യ റൈഡിന് ഇറങ്ങിയിരിക്കുകയാണ്. ആവേശകരമായ മുന്നേറ്റമാണ് വാഗ്ദാനത്തിന്റെ മട്ടാഞ്ചേരിയിൽ ഇക്ബാലിനെ തളയ്ക്കുവാനുള്ള സമരത്തിലാണ് ചേഴ്സിന്റെ ഷാറ്റ്. പക്ഷേ ഇതാ ഷാറ്റിന്റെ കയ്യിൽ ഒരു വരാലിനെ പോലെ വന്നിരിക്കുകയാണ് ഇക്ബാൽ. ഇതാ അവൻ എണ്ണയിട്ടുണ്ട്. സോണിയുടെ കയ്യിൽ നിന്നും വളരെ വിദഗ്ധമായി മാറിയുണ്ട്. ആദ്യത്തെ റെയ്ഡിൽ തന്നെ വാഗ്ദാനത്തിന് വേണ്ടി 2 പോയിന്റാണ് ഇക്ബാൽ നേടിയിരിക്കുന്നത്. 2 പോയിന്റ്. ഇതാ തോപ്രാങ്കുടി ചേഴ്സിന് വേണ്ടി അവിടെ മിന്നും താരം അരവിന്ദൻ ഇതാ റൈഡിൽ ഇറങ്ങിയിരിക്കുകയാണ്. ആവേശകരമായ മുന്നേറ്റമാണ് നമ്മുടെ ഇതാ ഇതാ തങ്ങളുടെ എതിർ ടീമിന്റെ പോയിന്റ് നിലയേക്കാൾ ഏറെ മുന്നിലെത്താനാണ് അരവിന്ദന്റെ ശ്രമം. അരവിന്ദനെ വിടയുകയാണ് അരവിന്ദൻ. ഇപ്പോൾ 3 പോയിന്റ് മുന്നിലാണ് വാരിയേഴ്സ് വാഗ്ദാനം. വാരിയേഴ്സ് വാഗ്ദാനത്തിന്റെ ക്യാപ്റ്റൻ SI ജോർജ് സാർ വളരെ ആവേശപൂർവ്വം തോപ്രാങ്കുടിയുടെ കോർട്ടിലേക്ക് റൈഡിനിറങ്ങിയിരിക്കുകയാണ്. ജോർജ് സാറിന്റെ താച്ച് തങ്ങളുടെ ആദ്യ പോയിന്റ് നേടുവാനുള്ള ശ്രമത്തിലാണ് എന്നാൽ ആദ്യ ശ്രമം തന്നെ ജോർജ് സാർ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. സമ്പന്നനായ റാപ്പിച്ചായനെ തിരിച്ചുകൊണ്ട് SI ജോർജ് സാർ റൈഡ് പൂർത്തിയാക്കിയപ്പോൾ വാരിയേഴ്സ് വാഗ്ദാനം 5 തോപ്രാങ്കുടി 0. ഇതാ റഫറി ഒരു ചെറിയ ടൈം ഔട്ട് വിളിച്ചിരിക്കുകയാണ്. ഒരു ഷോർട്ട് ട്രൈ. സിയേഴ്സിന്റെ മേൽ ആദ്യമായി ആധിപത്യം ഉറപ്പിച്ചതിന്റെ സന്തോഷത്തിലാണ് വാരിയേഴ്സിന്റെ പുരോഗതികൾ. ഇതാ ടൈം ഔട്ട് കഴിഞ്ഞു. കളി വീണ്ടും ആരംഭിക്കുകയാണ്. സിയേഴ്സ് തോപ്രാങ്കുടി ടീമിന്റെ അവരുടെ എക്കാലത്തെ മികച്ച റൈഡർ, അവരുടെ ഹീറോ തോപ്പിൽ ചോപ്പനാണ് റൈഡിൽ ഇറങ്ങുന്നത്. അതെ,
ജോപ്പനെ കീഴടക്കി വിജയം ഉറപ്പിക്കാനാണ് അവർ ആദ്യം പരിശ്രമിക്കുന്നത്. എന്നാൽ ജോപ്പൻ കീഴടങ്ങുന്നില്ല. ജോപ്പനെ വാരിയേഴ്സ് കീഴടക്കുന്നു. അതോ വാരിയേഴ്സിനെ പുലിക്കുത്തികളെ കീഴടക്കി ജോപ്പൻ സെൻട്രൽ ലൈൻ ആവേശത്തിലേക്കാണ് ഈ മത്സരം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജോപ്പൻ ഇതാ സെൻട്രൽ ലൈനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വാരിയേഴ്സിന്റെ മനോജ് ജോപ്പന് നേരെ ഒരു ചിത്രപ്പുലിയെ പോലെ പാഞ്ഞു വരികയാണ്. ഇത് ജോപ്പന്റെ നില പരിമിതിയിലാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ ജോപ്പൻ ഇതാ സർവ്വശക്തി ഉപയോഗിച്ച് മുന്നേറുകയാണ്. സെൻട്രൽ ലൈൻ താണ്ടുമോ? താണ്ടി. സാറേ ഈ കബഡി കളി ഒരു നേരും നിറയുള്ള കളിയാണ്. അതുകൊണ്ട് ചതിക്ക് ചതി ചെയ്യാം. അല്ലാതെ പണിയറിയാഞ്ഞിട്ടോ പണിയാൻ അറിയാഞ്ഞിട്ടോ അല്ല. എന്നാലും അരുവിത്തറ പള്ളിയിലെ പെരുന്നാൾ കളിക്കുകയാണ്. വരട്ടെ, വാടാ വാടാ. അന്ന് ഞങ്ങളുടെ അപ്പന്മാരോട് പണ്ടവും പണവും ഒന്നും വേണ്ട, കാശ് ഇങ്ങോട്ട് തന്ന് കെട്ടിക്കോളാന്ന് പറഞ്ഞപ്പോ ഇത്ര ചതിയായിരിക്കും കർത്താവാണ് വിചാരിച്ചില്ല എന്റെ അച്ചോ. എന്നിട്ടിപ്പോ നിങ്ങൾക്കും പിള്ളേർക്കും ഒന്നിനും പ്രത്യേകിച്ച് കുറവൊന്നും ഇല്ലല്ലോ. വീട്ടിളവിനുള്ളതും കുട്ടികളുടെ പഠിത്തത്തിനുള്ളതും കൃത്യമായിട്ട് ജോപ്പന്റെ കമ്പനിയിൽ നിന്ന് മാസാമാസം എത്തിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഒന്ന് കാണണ്ടേ അച്ചോ? ഒന്നും അല്ലെങ്കിലും ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളല്ലേ അച്ചോ. ഞങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ അല്ലടി. ആ ഇതൊക്കെ വന്ന് അച്ഛനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ചുമ്മാ കേട്ടോണ്ടിരിക്കാം അല്ലേ അച്ഛൻ? അകത്ത് പണി എന്തെങ്കിലും കാണും. ടോമി പോ. അച്ചോ പാതി രാത്രിയാകുമ്പോ കുടിച്ചു ബോധമില്ലാണ്ട് 4 കാലേ കയറി വരും. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ ജോപ്പന്റെ വണ്ടി കാണുമ്പോ അത് കയറി ഒറ്റ പോക്കാ. അല്ലടി, അപ്പൊ ഈ കാണുന്ന നിങ്ങളൊക്കെ അതിന് മാത്രം ആണുങ്ങൾ സമയം കണ്ടെത്തിക്കോളും. അച്ചോ ജോപ്പന് പെണ്ണും കുട്ടികളൊന്നും ഇല്ലാത്തോണ്ട് അതൊരു പ്രശ്നമല്ല. ഞങ്ങളുടെ കെട്ടിയോമാരുടെ സ്ഥിതി അതാണോ? അച്ഛനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ജോപ്പനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണം. ഞങ്ങൾക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ. ഇതിപ്പോ ഈ ഇടവകയുടെ തന്നെ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണല്ലോ. വിടറോ അവളെ. 155ാമത്തെ പ്രാവശ്യം ഈ സിനിമ കാണുന്നത്. അവളെ വിടുമെന്നറിയാലോ, പിന്നെ എന്തിനാ പറയുന്നത്? എന്നാലും എനിക്ക് ഇവിടെ എത്തും എന്നെ കൺട്രോൾ പോകും. വില്ലന്മാരല്ലേ, ഇവന്റെയൊക്കെ സ്വഭാവം ഇപ്പം മാറുമെന്ന് ആർക്കറിയാം. എന്റെ ജോപ്പൻ ഇത് എന്നാത്തിന്റെ സുഖേടാ. ഒരേ സിനിമ തന്നെ എപ്പോഴും കണ്ടോണ്ടിരുന്ന ബോറടിക്കത്തില്ലേ? ബോംബെന്ന് വരെ പടം മാറിപ്പോയി. എടാ, അയാളുടെ കാശ് കൊണ്ട് അയാൾ വാങ്ങിച്ച തിയേറ്റർ, അയാൾ വാങ്ങിച്ച പ്രൊജക്ടർ, അയാൾക്ക് ഇഷ്ടമുള്ള തിയേറ്റർ, അതിന് നിനക്കല്ലാടാ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ജോപ്പന് ജീവനാ, പ്രത്യേകിച്ച് ദിൽവാലെ. കർത്താവ് ഇപ്പോഴൊന്നും കറണ്ട് പോവല്ലേ. ആദ്യം മുതൽ പിന്നെയും കാണ്ടി വരും. ഒന്ന് ഓടി കേറുമങ്ങളെ. ഓ ഓ കേറി കേറി കേറി. സമാധാനം. ഹലോ, ആ എന്നാ തരാവട്ടെ, പറ. എടാ, നിങ്ങളുടെ പാപ്പിച്ചായനെ കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചതിന് SI സാർ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ചേട്ടനാ ഫോണാ ബാബു സാറിൻ്റെ ഇരുന്ന് കൊടുത്തേ. ബാബു സാർ കഴിഞ്ഞ ആഴ്ച ട്രാൻസ്ഫർ ആയി പോയി. ഇത് പുതിയ ആളാ. ആളിച്ചിരി പ്രശ്നക്കാരനാ. നീ എന്തായാലും ഒന്നിങ്ങോട്ട് വാ. ആ ഞാൻ വന്നേക്കാം. എടാ നിർത്തിയടാവേ, നീക്ക് വരുന്നെങ്കിൽ വാടാവേ. പാപ്പിച്ചാൻ എന്ത് ചെയ്യും? ലോക്കപ്പിലാ. ലോക്കപ്പിലോ? അതിനാ പരിപാടി? നിനക്കറിയാമല്ലോ, സാധാരണ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരെ പിടിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡ് ചെക്ക് ചെയ്യിപ്പിച്ചേച്ച് ഫൈനും അടിച്ച് വിടാറാ പതിവ്. ഇതിപ്പോ എന്നാന്നറിയില്ല, ഒരുമാതിരി മുൻവൈരാഗ്യം തീർക്കുന്ന പോലെ. നേരത്തോട്ടായിരുന്നോ? വക്കീൽ വന്നേ. വാ, തോപ്പിൽ ജോപ്പാ. ഒയ്യോ, ഇതാരാ ഇത്? വക്കീൽ സാറിന് ആളെ മനസ്സിലായില്ലേ? വാകത്താനം കബഡി ടീമിന്റെ ക്യാപ്റ്റൻ ജോർജ് സാറ്. ഭയങ്കര കളിക്കാരനാ. സാറ് വന്നോടനെ കളി തുടങ്ങിയല്ലേ? ഓ നിർത്തി. ഇത് കബഡിക്കളമല്ല, പോലീസ് സ്റ്റേഷനാ. ഓ അറിയാവേ, ഞങ്ങൾ ഈ കബഡി കളിക്കുമ്പോൾ എതിരെ നിൽക്കുന്ന ടീമിലെ അംഗങ്ങളുടെ പദവി നോക്കാറില്ല. അവർ ഞങ്ങൾക്ക് വെറും എതിർ ടീമാ. അത് ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അത് കളി കഴിയുമ്പോൾ അങ്ങ് തീരണം. ഇത്രയും പോലീസുകാർ നോക്കി വയ്ക്കുമ്പോൾ കൂട്ടുകാരനെ കൈപിടിച്ചിറക്കി സ്ലോ മോഷനിൽ കൊണ്ടുപോകാൻ ഞാൻ രജനീകാന്തൊന്നുമല്ല, ഞാൻ വെറും നാടൻ കാന്ത. അതുകൊണ്ട് ആ വക്കീലിനെ കൊണ്ട് വന്നിരിക്കുന്നത്. അതങ്ങോട്ട് കൊടുത്താട്ടെ. എല്ലാം ഉണ്ട്. കൊണ്ടുപോയിക്കോ. ഇനി അയാളെ നീ കൊണ്ടുപോയിക്കോ.
കണ്ടവനെ ഉപദ്രവിച്ചായിരുന്നു. ഒന്നുമില്ലടാ, 2 അടിച്ചാ മാറിക്കോളൂ. ജോപ്പാ, ഇതിപ്പോ ഞാൻ നിന്നെ ഒന്ന് അറിയിച്ചതാ ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്ന്. ശരിക്കുള്ള കബഡി നമ്മൾ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. സാറിന് എന്നോട് എന്നായാലും വിരോധം ഉണ്ടായിരുന്നേ അത് എന്നോട് തീർത്താ പോരായിരുന്നോ സാറേ? ഈ അയ്യോ ഭാവത്തിന് ഇങ്ങനെ ഇട്ട് തല്ലിച്ചതക്കണമായിരുന്നു. അച്ഛനിക്ക് വന്നേ. ഇനി മേലാൽ വെള്ളമടിച്ച് വണ്ടി ഓടിക്കരുത്, പെട്രോൾ അടിച്ചേ ഓടിക്കോളൂ. എന്നൊക്കെ ആയാലും സാർ ഈ പാവത്തിനോട് ചെയ്ത നെറികേടനെ സാറിനോട് ദൈവം ചോദിക്കും എന്നൊന്നും ഞാൻ പറയത്തില്ല. ജോപ്പൻ ചോദിക്കും. വാച്ചേ, ജോപ്പനെ ചോദിക്കൂ. നിനക്ക് കിട്ടിയൊന്നും പോരല്ലേടാ. എന്നാ അച്ചു? ജോപ്പനെ കണ്ടോടോ? ജോപ്പനെ കണ്ടോന്ന്? ഇല്ല അച്ചു. അച്ചോ, തോപ്പൻ എവിടെയാണെന്ന് എനിക്കറിയാം. ഞാനും തോപ്പൻ അന്വേഷിച്ച് ഇറങ്ങിയതാണ്. വിട്ടോ